നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലക്ഷ്മണന്റെ ധാബയിൽ ദോശ ഓർഡർ ചെയ്തവരിൽ ഒരാൾ അർജുനോ എന്ന സംശയം വീണ്ടും ശക്തമാവുകയാണ്. 3 വർഷമായി പനവേൽ കന്യാകുമാരി റൂട്ടിലെ പതിവ് യാത്രക്കാരനാണ് കാണാതായ അർജുൻ. ചിരൂരിൽ 35 വർഷമായി കട നടത്തുന്ന ലക്ഷ്മണയുടെ ധാബയ്ക്കരികിലായാണ് പലപ്പോഴും ദൂരയാത്ര ചെയ്യുന്ന ലോറി ഡ്രൈവർമാർ വാഹനം പാർക്ക് ചെയ്ത് ആഹാരം കഴിക്കുകയും കുളിക്കുകയും ചെയ്യുന്നത്. ലക്ഷ്മണയുടെ അച്ഛനാണ് കട തുടങ്ങിയത്. 10ാം വയസ്സ് മുതൽ ലക്ഷ്മണ ഇവിടെ കച്ചവടത്തിന് കൂടെയുണ്ട്. മലയാളികൾ അടക്കം ലോറിക്കാർ സ്ഥിരമായി ഇവിടെ നിർത്തും. രാവിലെ 8:15 അർജുൻ ഇവിടെ എത്തിയെന്നാണ് കരുതുന്നത്. 45-കാരനായ ലക്ഷ്മണ, 35-കാരിയായ ഭാര്യ ശാന്തി, 11ഉം 4ഉം വയസ്സുള്ള മക്കൾ റോഷന, അവന്തിക, ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് ജഗന്നാഥ എന്നിവരുടെ മൃതദേഹം 2 ദിവസം കഴിഞ്ഞ് ഈ പുഴയിൽ നിന്ന് കിട്ടിയിരുന്നു. മണ്ണിടിച്ചിലുണ്ടായതിന്റെ തലേന്ന് ലക്ഷ്മണയ്ക്ക് സ്ഥലം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വാസർ കുതികെ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു. അപകട ദിവസം റെഡ് അലേർട്ടിനെ തുടർന്ന് സ്കൂൾ അവധിയായിരുന്നതിനാൽ മക്കളും കടയിലുണ്ടായിരുന്നു. ഭാര്യ ശാന്തി അങ്കണവാടി അധ്യാപികയായിരുന്നു. ശിരൂരിൽ വീട് പണി പുരോഗമിക്കുന്നതിനിടെയാണ് കുടുംബമൊന്നാകെ ഇല്ലാതായത്. രാത്രി 8 മണിക്ക് തുറന്ന് പിറ്റേന്ന് രാവിലെ 8 മണിക്ക് കട അടയ്ക്കുന്നതാണ് ലക്ഷ്മണയുടെ പതിവ്. ഈ സമയത്ത് എത്തുന്ന ഡ്രൈവർമാർ ചായയും ബ്രെഡും ഓംലറ്റും ദോശയും കഴിച്ചു മടങ്ങും. ശിരൂർ കുന്നിൽ നിന്നുള്ള അരുവിയിൽ കുളിയും കഴിഞ്ഞാകും പിന്നീടുള്ള യാത്ര. ധാബയ്ക്ക് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഒരേ സമയം 12 ലോറികൾ വരെ പാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ലോറി നിർത്തരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയെന്നാണ് ഗോകർണ ASI മാരുതി കേനി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി മഴ മാറി നിന്ന സമയം ലക്ഷ്മണന്റെ ധാബയിൽ ദോശ ഓർഡർ ചെയ്തതിൽ ഒരാൾ അർജുനാണോ എന്ന സംശയത്തിൽ കടയിരുന്ന സ്ഥലത്ത് പരിശോധന നടന്നിരുന്നു. ലക്ഷ്മണന്റെ ഭാര്യ ശാന്തി അവസാനം നടത്തിയ ഫോൺ കോളിൽ കുറച്ച് ആളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടെന്നും ഭക്ഷണം കഴിക്കാൻ വന്നവർ 8 ദോശ ഓർഡർ ചെയ്തുവെന്ന് മണ്ണിടിച്ചിലിന് തൊട്ടുമുമ്പായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഇതാണ് അർജുൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് SP സംശയിക്കാനിടയായത്. 4ഓളം ആളുകൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നതായാണ് കണക്കാക്കുന്നത്. ഇതിൽ ലോകേഷ്, ശരവണൻ, മറ്റൊന്ന് അവിടുത്തെ ഹെൽപ്പർ ജഗന്നാഥൻ എന്നിവരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ 4ാമൻ അർജുനാണോ എന്ന സംശയമാണ് SP മുന്നോട്ട് വെച്ചത്. അപകടം നടക്കുന്ന സമയം അർജുൻ ലോറിക്ക് പുറത്തായിരുന്നു എന്നാണ് സൂചനകൾ. വെളുപ്പിന് 5:30 ലോറിക്കകത്ത് അർജുൻ ഉറങ്ങിയതായി കണ്ടിരുന്നതായി ദൃക്സാക്ഷി മൊഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഉറക്കമുണർന്ന അർജുൻ ഭക്ഷണം കഴിക്കാൻ ഇവിടേക്ക് എത്തിയിരിക്കാം. അർജുന്റെ ലോറി പുഴയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ അർജുൻ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ വേർപെട്ട് 8 കിലോമീറ്റർ അകലെ കണ്ടെത്തിയിരുന്നു. ആ തടിയിൽ ഡീസലിന്റെ അംശമുള്ളതുകൊണ്ട് തന്നെ ലോറി മറിഞ്ഞുപോയി എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. രണ്ടാമതായി മുന്നോട്ട് വെച്ച സംശയമാണ് അർജുൻ ചായക്കടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മണന്റെ ധാബയ്ക്കരികിൽ മണ്ണ് നീക്കം ഊർജിതമായി നടക്കുകയാണ്. അതിനിടെ ഭാരമുള്ള വസ്തുവിട്ട് അടിയൊഴുക്കിന്റെ തീവ്രത പരിശോധിക്കുന്നതായി ഡിഫൻസ് PRO അതുൽ പിള്ള പറഞ്ഞു. അടിയൊഴുക്കാണ് വലിയ വെല്ലുവിളിയെന്നും അതുൽ പിള്ള വ്യക്തമാക്കി. ശിരൂരിലെ സാഹചര്യം നാവികസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ നിരന്തരം വിലയിരുത്തുന്നുണ്ട്. ഇന്ന് സ്പോട്ട് ഡൈവിംഗ് ട്രയൽ നടത്തുന്നുവെന്നും നിരന്തരം ഡൈവിംഗ് ശ്രമിക്കുന്നുവെന്നും ഡിഫൻസ് PRO വ്യക്തമാക്കി. നിലവിൽ ഗംഗാവലി നദിയിൽ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് കൂടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വസ്തുക്കൾ അടിഞ്ഞുകൂടിയതിന്റെ വ്യത്യാസം വിലയിരുത്തും. ഒഴുക്ക് കുറഞ്ഞാൽ ഉടൻ താഴെയിറക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അതുൽ പിള്ള വ്യക്തമാക്കി. സോണാർ പരിശോധന നടത്തുമെന്നും ഇന്നലത്തെ രക്ഷാദൌത്യം വിശദമായി വിലയിരുത്തുമെന്നും ഡിഫൻസ് PRO അതുൽ പിള്ള വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.